ഇപ്പോൾ ക്രിസ്മസ് ഹോളിഡേയ്സ് ആണല്ലോ. അപ്പോൾ സ്കൂൾ ഓഫീസൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൂടെ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ഉണ്ടാക്കി. പിന്നീട് ഒരു ലഞ്ച് സെറ്റാക്കണം. അപ്പോൾ ആദ്യം തന്നെ കഴുകി കുതിർത്താനിട്ടിരിക്കുന്നത് സൂചി ഗോതമ്പാണ്. അപ്പോൾ സൂചി ഗോതമ്പ് വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതവിടെ കുതിർത്താനായിട്ട് വെച്ചു. അപ്പോഴേക്കും ഏട്ടൻ മാർക്കറ്റിൽ നിന്ന് വന്നിട്ട് 2 തരം മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഈ ഒരു ടൈപ്പ് സീബ്ര മാന്തളാണ്. സീബ്ര ലൈൻ പോലെ ഇരിക്കുന്നത് കാരണം സീബ്ര മാന്തൾ എന്ന് വിളിച്ചതാണ്. അതിൻ്റെ വാലിന്മേൽ ഒരു ഡിസൈൻ കാണാനുണ്ട്. നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ തനി നാടൻ മാന്തളാണ്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് റെഡിയാക്കി എടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്തു. ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, വേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. മാന്തൾ എപ്പോഴും ഇവിടെ ഫ്രൈ ആണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് കൂടുതലായിട്ട് ഫ്രൈ ആണ് ചെയ്യാറ്. പിന്നെ ഇതിൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് കറി വയ്ക്കാനായിട്ടുള്ള പണി നോക്കാം. അതിനായിട്ട് അയിലച്ചെമ്പാനാണുള്ളത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കറി സിമ്പിളായിട്ട് തന്നെ വേഗം ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ തേങ്ങ ആദ്യം തന്നെ ചിരകിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങയും ഒരു ചുവന്നുള്ളിയും കുറച്ച് പെരിഞ്ചീരകം 2 വെളുത്തുള്ളിയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഈ അരപ്പ് ചേർത്തിട്ടാണ് നമ്മൾ എളുപ്പത്തിലൊരു മീൻകറി തയ്യാറാക്കുന്നത്. അപ്പോൾ ചട്ടിയിലേക്ക് ഒരു തക്കാളിയും പച്ചമുളകും ആവശ്യത്തിന് വേപ്പിലയും പിന്നെ പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇത്രയും മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പുളി വേണം. പുളി കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നന്നായിട്ടൊന്ന് തിരുമ്മി എടുത്തിട്ട് അതിലേക്ക് ഇനി പുളിവെള്ളം നന്നായി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഇതൊക്കെ അവിടെ ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് പുളിവെള്ളം ചേർത്ത് നേരത്തെ അരച്ച് വെച്ച് തേങ്ങയും കൂടി ചേർത്ത് കലക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി അവിടെ ഇരുന്ന് കുക്കായിക്കോളും. പിന്നെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീനിട്ട് കൊടുത്താൽ മതിയല്ലോ. ഈ മീൻകറിയാണ് എനിക്ക് വളരെ എളുപ്പമായിട്ട് തോന്നാറുള്ളത്. കാരണം നമ്മൾ തേങ്ങ തിരുമ്മി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മീൻകറി ആക്കിയെടുക്കാൻ പറ്റും. മീൻകറി നല്ല കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പച്ചമാങ്ങ ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പച്ചമാങ്ങയൊക്കെ കിട്ടിയ കാലം മറന്നിട്ടുണ്ടായിരുന്നു. കാരണം നാട്ടിലുള്ളപ്പോൾ കഴിച്ചതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അതും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ബാക്കിയുള്ള മാങ്ങ അതൊരു ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു മാങ്ങാച്ചാർ. അധികം സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനത്തെ ഒരു മാങ്ങാച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അത് കട്ട് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ കറി നന്നായി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് മീനിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ സൂചി ഗോതമ്പ് ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നന്നായി കഴുകി വെച്ചത് കാരണം ഇനി ആ വെള്ളം മാത്രം കുറച്ച് വറുത്ത് കളഞ്ഞിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം. കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. കുറച്ച് വെള്ളം ബാക്കി കൂടുതൽ തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. തേങ്ങാപ്പാൽ ഞാൻ അരച്ച് പിഴിഞ്ഞതൊന്നുമല്ല കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിയ ടിന്നാണേ. അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതവിടെ വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാർ തയ്യാറാക്കാനായിട്ട് ഇതൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ മാങ്ങ കട്ട് ചെയ്യുന്ന സമയത്ത് ഏട്ടൻ പുറത്ത് പോയേക്കാണ്. അപ്പോൾ ഞാനും മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇടയിൽ കൂടെ കുഞ്ഞിക്കൈകൾ വന്നിട്ട് ഇതൊക്കെ വാരിയെടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇവരെ വെച്ചിട്ട് ഇങ്ങനത്തെ പണികളൊക്കെ ഒരു ടാസ്ക്കായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എന്നാലും ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനത്തെ മാങ്ങയൊക്കെ നാട്ടിൽ കഴിച്ചിട്ടുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ അവരും ഇതൊക്കെ വന്ന് എടുത്തിട്ട് പോകുമായിരുന്നു. ഇഷാനും ഇതാ ഒരു മാങ്ങ ഫുള്ളായിട്ട് ഇവിടെ ഇരുന്ന് കാന്തി കാന്തി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഫിഷ് ഫ്രൈയും കറിയും മാത്രം പോരല്ലോ, നമ്മൾ മട്ട റൈസും ഇവിടെ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ മാങ്ങ കണ്ടപ്പോൾ മുതൽ മനസ്സിൽ കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്നാണ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ 5 മാങ്ങയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് ഞാനിങ്ങനെ സെക്ഷൻ ആക്കിയിട്ട് ഓരോ കാര്യങ്ങൾക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതാകുമ്പോൾ എൻ്റെ വീട്ടിലൊക്കെ നിറയെ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പം മാമ്പഴക്കാലമായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ പുറത്തൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ ജനലിൻ്റെ സൈഡിലുള്ള കുറച്ച് വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവച്ചു അത്. ഇനി ഇതാ പായസം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. പായസം ആയിട്ടില്ല, പകുതി റെഡി ആയിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തു. പിന്നെ പായസത്തിലേക്ക് ചേർക്കാനുള്ള തേങ്ങാക്കൊത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങയുടെ പണിയും കൂടെ നോക്കാം. ആദ്യം ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു. പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായം പൊടി,
അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഉലുവ ഒന്ന് വറുത്തിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കുറച്ച് വിനീഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അച്ചാർ റെഡിയായി. പിന്നെ എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു. അപ്പോൾ അത് മാങ്ങട്ട മീൻകറി, മാന്തൽ ഫ്രൈയും പിന്നെ പായസവും അച്ചാറും, ഇത്രയാണ് നമ്മുടെ ലഞ്ചിനുള്ളത്. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കണില്ല, ഔട്ടിങ്ങിന് പോവാണ്. അപ്പോൾ ഒരു പാർക്കിലേക്കാണ് പോണത്. അപ്പോൾ ആദ്യത്തെ കാർഡൊക്കെ പഞ്ച് ചെയ്തു. ഇവിടെ ഒക്ടോബസ് കാർഡ് പറഞ്ഞൊരു കാർഡുണ്ട്. അപ്പോൾ നമ്മൾ LRTയിൽ കയറുമ്പോൾ ഫസ്റ്റ് അത് പഞ്ച് ചെയ്തിട്ട് വേണം കയറാനായിട്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പാർക്ക്. അവിടെ തന്നെ ഒരു റെപ്റ്റൈൽ ഹൗസും കൂടെ ഉണ്ട്. അപ്പോൾ അത് ഇവർക്ക് നല്ല ഇഷ്ടമാണ്. മുന്നേ ഒരു തവണ പോയിട്ടുണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് തന്നെയാണ് പോണത്. ഉച്ചയായതുകൊണ്ട് തന്നെ കല്ലുവിന് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അവൾ ട്രെയിനിലിരുന്ന് ഉറങ്ങി. പിന്നെ അവിടെ എത്തിയപ്പോഴേക്കും എണീറ്റു. അപ്പോൾ അവിടുത്തെ ഒരു കാഴ്ചകളാണ് കേട്ടോ അത്. അവിടെ കുറേ മരങ്ങളുണ്ടായിരുന്നു. ഞാൻ അവിടെയൊക്കെ ഓടി കളിച്ചു. അപ്പോൾ ഇവിടെ നല്ലൊരു കുളമുണ്ട്, അവിടെ നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ പാമ്പിനെ അമ്മയൊക്കെ കണ്ടു. പിന്നെ അവിടെ കുറേ ഓന്തൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ചെലന കണ്ടു. പിന്നെ അവിടെ ടാങ്ക് ഉണ്ടായിരുന്നു, അതിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ വലിയ പാമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് റെപ്റ്റൈൽ ഹൗസ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ ഇവിടുത്തെ ഓരോരോ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ ആമയും പിന്നെ പാമ്പും ഒക്കെ ഉണ്ട് കേട്ടോ. പച്ചപ്പാമ്പും ഓന്തും വീണ്ടും ഒരു ഓന്തും പിന്നെ ആമേൻ്റെ കൂടൊക്കെ ഉണ്ട്. അതിൽ 2 ആമകളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ കുറേ ഭംഗിയുള്ള മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നല്ല ഭംഗിയുള്ള മീനുകളാണ്. കണ്ട അവിടെ വലിയ പാമ്പൊക്കെ മരത്തിൻ്റെ മുകളിൽ കയറിക്കണ കണ്ടോ, അടിപൊളി പാമ്പ്. എന്നാലും എനിക്ക് പാമ്പിനെ പേടിയാട്ടെ ഗൈസ്. ഞാൻ ആദ്യമാണ് ഗൈസ് 2 തലയുള്ള പാമ്പിനെ കാണുന്നു. അടിപൊളി പാമ്പാ. പക്ഷെ എനിക്ക് പാമ്പേക്കാളും ഇഷ്ടം ആമേനാണ്. അവിടെ വലിയ ആമകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഞ്ഞപ്പാമ്പും ഓന്തും വലിയ ആമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് വലിയ ആമ. അതിൻ്റെ തോട് കാണാൻ പാറ പോലെ ഉണ്ട് കേട്ടോ. ഇത് പിന്നെ ഒരു വെള്ളമായിരുന്നു അതിൻ്റെ ഉള്ളിൽ പിന്നെ കുറേ ആമകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു വെറുതെ ഒരു കൂടൊക്കെ വെച്ചിട്ടുണ്ട് അവൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സാധനത്തിൻ്റെ പേര് കറുത്ത ഓന്തെന്നാണ്. അതിന് നല്ല എന്നോട് ഹായൊക്കെ പറഞ്ഞുട്ടാ. പിന്നെ നോക്കിയാൽ കണ്ട കുഞ്ഞമ്മ പോലത്തൊക്കെ കുറച്ചുകൂടി വലിയ അമ്മ. അപ്പം ഞാൻ ഈ സ്ഥലത്തേക്ക് സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞ് ഒന്നും കൂടി വന്നു. പിന്നെ ഒരു വാട്ടർ പാർക്ക് ഉണ്ട്, അവിടെ കുറേ ഷവറൊക്കെ ഉണ്ട്. അപ്പം ഈ ജീവിയില്ലാത്ത അമ്മേൻ്റെ മുകളിലൊക്കെ ഞങ്ങൾ കയറി. കണ്ടാൽ നല്ല ഭംഗിയില്. അപ്പം ഞാനും കല്ലും കൂടി നന്നായിട്ട് അടിച്ചു പൊളിച്ചു കേട്ടോ ഗൈസ്. പിന്നെ ഇവിടെ കണ്ട പാമ്പൊക്കെ ഉണ്ട് കേട്ടോ. ജീവിയില്ലാത്ത പാമ്പൊക്കെ, പച്ചപ്പാമ്പൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ? പിന്നെ ഞാനും കാര്യം ആദ്യം പേടിച്ചിട്ടാ നിൽക്കണേ. പിന്നെ വെച്ചൊന്ന് കാലിൽ തൊട്ട് നോക്കിയപ്പോൾ ഞാൻ തൊട്ടിട്ട് അതിൻ്റെ പുറത്ത് കയറിയിരുന്നു ജീവനില്ലാത്ത പാമ്പത്. ഞാൻ കയറിയപ്പോൾ കല്ലുണ്ട് പേടി മാറി. ഇത് കണ്ട ഓന്തൂടെ. പിന്നെ ഞാൻ മുതലേൻ്റെ മേലിലൊക്കെ കയറിയിരുന്നു ജീവന മുതലേൻ്റെ മേലിൽ. ഇത് ഞാൻ വെറുതെ വേണതോ ജീവില്ലാത്ത മുതല. കണ്ടോ? നല്ല ശരിക്കുള്ള മുതലേനെ പോലെ ഞാൻ ചവിട്ടിയൊക്കെ നിൽക്കുന്നത്. പിന്നെ ഇതൊരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വണ്ടിയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ഷവർ പാർക്ക്. പിന്നെ അവിടെ കുറേ മുഖം മുക്കണൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മരത്തിൻ്റെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഇത് കറങ്ങണ സാധനമൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ കണ്ട ഞാൻ വെള്ളത്തിൽ കളിക്കുന്നത് കണ്ടോ, വലിയ ഷവറൊക്കെ കണ്ടോ ഗൈസ്.
അപ്പം അമ്മ എനിക്ക് ഡ്രസ്സൊക്കെ മാറ്റുന്ന ഞാൻ നന്നായിട്ട് വെള്ളത്തിൽ കളിച്ചു. പിന്നെ എനിക്ക് തണുത്ത് കളിച്ചപ്പോൾ ഞാൻ വേറെ ഡ്രസ്സ് മാറ്റി മരത്തിൻ്റെ ബാക്കി കയറ്റിയ സ്ലൈഡിലൊക്കെ കയറിയപ്പോൾ ഞാനും സ്ലൈഡിൻ്റെ തല മുട്ടി. അപ്പോൾ ഞാൻ കരഞ്ഞു. അപ്പം ഞങ്ങൾ വന്നത് വിൻ്റർ ടൈമാണിപ്പോൾ. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ചുള്ളൂ. കല്ല് പെട്ടെന്ന് വിറയ്ക്കാനായിട്ട് തുടങ്ങിയപ്പോൾ വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്തു. ശരിക്കും സമ്മർ സീസണിൽ വരികയാണെങ്കിൽ ഇവിടെ അടിപൊളിയായിരിക്കും. നമുക്ക് ആ ചൂടിൽ കുറേ നേരം വെള്ളത്തിൽ കളിക്കുമ്പോൾ പിള്ളേർക്കും നല്ലതായിരിക്കും. അപ്പോൾ അവിടെ ഷവറൊക്കെ ഉണ്ട്. നല്ല വലിയ പൂവിൻ്റെ ഷവറാണ്. പിന്നെ അവിടെ ഒരു സ്ഥലം കണ്ടപ്പോൾ അതിൽ മുഖമൊക്കെ മുക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാൻ്റെ വാട്ടറൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ ഞാൻ മുഖം മുക്കണ്. പിന്നെ ഇത് കണ്ടോ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിൽ വെള്ളം തീരുമ്പോൾ വെള്ളം വന്ന് തന്നെയും നനഞ്ഞോളൂ കേട്ടോ ഗൈസ്. പച്ച സ്ഥലം നിൽക്കുമ്പോൾ തന്നെ മുകളിൽ കൂടെ വെള്ളം ആ താഴത്തേക്ക് വന്നാൽ വീണ്ടും നനയും കേട്ടോ ഗൈസ് ആ സാധനം. അപ്പം അച്ഛ വന്ന് എനിക്ക് പ്രസ് ചെയ്ത് തരും കേട്ടോ. അപ്പം വെള്ളം വരും കേട്ടോ. കണ്ടോ. അപ്പം ഞാനും കല്ലും ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് മരത്തിൻ്റെ സ്ലൈഡ് പാർക്കിൽ കളിക്കാൻ പോവാട്ടോ. കണ്ടോ ഞാൻ ഡ്രസ്സൊക്കെ ഊരിയിട്ട് എൻ്റെ ഭാഷയും ഡ്രസ്സൊക്കെ മാറ്റി കണ്ടോ. പിന്നെ കണ്ടോ കേസ് ഞാൻ ഓടിപ്പോണ് ബാക്കിക്ക് കണ്ടോ വലിയ ഓറഞ്ച് സ്ലൈഡൊക്കെ ഉള്ളത്. ഞാൻ കണ്ടോ മുകളിൽ ഞാൻ കണ്ടോ. പിന്നെ ഞാൻ എൻ്റെ മുകളിൽ കയറിയിട്ട് പോവാണ്. ഞാനിപ്പോൾ സ്ലൈഡ് വരും. ഞാൻ പോണൊക്കെ എൻ്റെ മുകളിൽ കൂടെ അത് വീണ കുഴപ്പമില്ല. അവിടെ വലയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ സ്ലൈഡ് എത്തിയിട്ട് ഞാൻ വരുന്നത് കാണാട്ടോ ഗൈസ്. അപ്പോൾ ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടു ഞാൻ ഇതിലൊക്കെ വരുന്നത്. പിന്നെ ഞാൻ അച്ഛനും കല്ലുകൊണ്ടൊക്കെ മേലെ ഒന്ന് കുറേ നേരം നോക്കി. പിന്നെ ഞാൻ ഈ വലയിൽ കൂടെ പോകണ അങ്ങോട്ടോ ഒരു സ്ലൈഡിക്കാട്ടോ ഗൈസ്. പിന്നെ ഞാൻ കേട്ടോ കല്ല് കയറുന്നുണ്ടോ ഒരു കുത്തിപ്പിച്ചിട്ടുള്ള സ്ഥലത്തിലൊരു വലേൻ്റെ മുകളിൽ കണ്ടോ. പിന്നെ ഞങ്ങൾ വാഴപ്പാക്കി പോയിട്ട് അവിടെ കുറേ സ്ലൈഡിലൊക്കെ കളിച്ചിട്ട് ഇത് കണ്ടോ ഗൈസ് ഒരു സ്ലൈഡ് ഗ്രേ മൊത്തമുള്ള സ്ലൈഡ്. പിന്നെ അവിടെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഈ സാധനം കൊണ്ട് കല്ല് പോണ് അവിടെ ഇല്ലേ. പിന്നെ ഇവിടെ വേറെ സ്ലൈഡ് ഉണ്ട്. അതിൽ ഞാനിപ്പോൾ കൊത്തുപോയി പോകുന്നു. ഇപ്പോൾ കാണോട്ടെ ഗൈസ്. കണ്ടോ മഴയൊക്കെ പെയ്തിട്ട് ഞങ്ങൾ പോക്കോൻ തിന്നിട്ടൊക്കെ തിന്നാൻ പോകുന്നു കേട്ടോ ഗൈസ്. പിന്നെ അവിടെ കുറേ പാണ്ടേൻ്റെ കുടലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസ് അപ്പാപ്പൻ്റെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മുകളിൽ ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ താഴത്ത് നോക്കിയിരുന്ന കുറേ പൂമ്പാറ്റകളൊക്കെ ഫ്ലൈ ചെയ്തിരുന്നു. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ഞങ്ങൾ അമ്മ കൊണ്ട പോക്കാണ് ചൂടുള്ള ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഈ കുളം കണ്ടോ അതിൽ നിറയെ പാനകളൊക്കെ ഉണ്ട് കണ്ടോ. ഞാൻ ചായ കുടിക്കുന്നത് ഞാൻ പോക്കുന്നതൊക്കെ കണ്ടോ. കല്ല് കണ്ട ചായ കളിക്കാനുള്ള മെയിൻ പരിപാടിയാണ്. പിന്നെ അച്ഛൻ്റെ കയ്യിൽ പോക്കോൺ പാക്കറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് പോക്കോണൊക്കെ തിന്നിട്ട് കീറായപ്പോൾ ഞാൻ സ്റ്റോളിൽ ഇരുന്നിട്ട് പോക്കോൺ തിന്നിട്ട് വീട്ടിൽ പോയിട്ട് കാശ്. പിന്നെ നമ്മൾ 751 വീട്ടിലേക്ക് പോയി. പിന്നെ ഞാൻ അച്ഛനെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ അവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കളിക്കാൻ കാശ്. ഞാൻ ഞങ്ങളവിടെ പോയിട്ട് കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. ഇത് കണ്ടോ മാലവെളുപ്പ് പോലത്തെ ഗിൻസുകൾ പോലത്തെ വലിയൊരു സാധനം ഇങ്ങനെ ആറാ പോലത്തെ ഉണ്ടോ കാശ്. പിന്നെ ഇവിടെ കുറേ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാശ്. നല്ല രസമുണ്ടായിരുന്നു കളിക്കാൻ.